ഇന്ന് നവരാത്രിയുടെ 2ാം ദിവസം. ദുർഗാപരമേശ്വരിയുടെ നവദുർഗാഭാവത്തിലെ 2ാമത്തെ ദേവീസ്വരൂപമാണ് ബ്രഹ്മചാരിണി. ബ്രഹ്മത്തിൽ ചരിക്കുന്നത് അഥവാ സഞ്ചരിക്കുന്ന ദേവി, അതാണ് ബ്രഹ്മചാരിണിയുടെ അർത്ഥം. തപസ് ചെയ്യുന്ന ഭഗവതിയാണ് ഈ ബ്രഹ്മചാരിണി ദേവി. ബ്രഹ്മചാരിണി ദേവിയെ വേദതത്വമയി എന്ന പേരിലും വിളിക്കാറുണ്ട്. സൗമ്യഭാവത്തോടു കൂടിയ ഈ ദേവിയുടെ വലത്തെ കൈയിൽ ജപമാലയും ഇടത്തെ കൈയിൽ കമണ്ഡലവുമാണ്. ഭഗവാൻ ശിവനെ പതിയായി ലഭിക്കാൻ കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി. സൗമ്യയും ശാന്തയും പ്രേമസ്വരൂപയുമായ കാരുണ്യമൂർത്തിയായ ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി നീക്കിവെക്കപ്പെട്ടിരിക്കുന്നു 2ാം രാത്രി. വിദ്യയ്ക്ക് വളരെ പ്രസക്തമായ ദിനം കൂടിയാണ്. അറിവ് കിട്ടാനായി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ബ്രഹ്മചാരിണി ദേവിയുടെ സ്വരൂപം പൂർണ്ണ തേജോമയമാണ്. ആദ്യം സൂചിപ്പിച്ച പോലെ ബ്രഹ്മചാരിണി എന്നാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നത് അഥവാ സഞ്ചരിക്കുന്ന ദേവി എന്നതാണ്. ഇതിലെ ബ്രഹ്മം എന്നാൽ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ നിർഗുണ പരബ്രഹ്മമാണ്. എല്ലാ ദേവന്മാർക്കും മുൻപുണ്ടായത് ഈ ബ്രഹ്മമാണ്. ബ്രഹ്മചാരിണി എന്നാൽ മറ്റ് വിദ്യാർത്ഥികളോടൊപ്പം തൻ്റെ ഗുരുവിനൊപ്പം ആശ്രമത്തിൽ താമസിക്കുന്ന അർപ്പണബോധമുള്ള വിദ്യാർത്ഥിനി എന്നുകൂടിയാണ് അർത്ഥമാക്കുന്നത്. മഹാദേവിയുടെ നവദുർഗാരൂപങ്ങളുടെ 2ാം ഭാവമാണ് അവൾ. നവരാത്രിയുടെ 2ാം ദിവസം നവദുർഗയുടെ 9 ദിവ്യരാത്രികൾ ആരാധിക്കപ്പെടുന്നു. ബ്രഹ്മചാരിണി ദേവി പാർവതിയുടെ ഒരു ഭാവമാണ്. വെളുത്ത വസ്ത്രം ധരിക്കുന്നു. വലത് കൈയിൽ ജപമാലയും ഇടത് കൈയിൽ കമണ്ഡലവും പിടിച്ചിരിക്കുന്നു. മന്ത്രം: ദദാനാകരപത്മാഭ്യാ മക്ഷമാലാകമണ്ഡലൂ ദേവീ പ്രസീദതു മയീ ബ്രഹ്മചാരിണ്യനുത്തമാ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നവരാത്രി ആശംസകൾ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ.